നമസ്കാരം. വ്യത്യസ്തതകൾ അന്വേഷിച്ചും അറിയേണ്ടവ അറിഞ്ഞും ഈ സഞ്ചാരത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിന്റെ ക്ഷീരമേഖലയിൽ ആസൂത്രിതവും അച്ചടക്കവുമുള്ള ഒരു സമീപനം അനിവാര്യമാവുകയാണ്. ചെറുകിട പാൽ ഉത്പാദകരിൽ നിന്നും മെച്ചപ്പെട്ട വിലയ്ക്ക് പാൽ ശേഖരിച്ച് അത് ശരിയായി സംസ്കരിച്ച് പാലും പാലുൽപ്പന്നങ്ങളുമായി ഗുണഭോക്താക്കളിൽ എത്തിച്ചാൽ ധവള വിപ്ലവത്തിന്റെ രണ്ടാം വിജയത്തിലേക്ക് നമുക്ക് നടന്നു കയറാം. അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് കൂടി മാതൃകയാവുകയാണ് ഇരിങ്ങാലക്കുട ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കേരള സോൾവെന്റ് എക്സ്ട്രാക്ഷൻ എന്ന കൂട്ടായ്മ. ആധുനിക സാങ്കേതിക വിദ്യയ്ക്കും കാൽപ്പനിക രുചിക്കും ഒപ്പം നിന്ന് ക്ഷീര കർഷകരെയും സംഘങ്ങളെയും സഹായിക്കുന്ന ഈ ശാസ്ത്രീയ സമീപനത്തെക്കുറിച്ച് പറയുകയാണ് ഇവിടെ. വിജയ നൈർമല്യം ചുരത്തുന്ന കൂട്ടായ്മ. കേരളത്തിലെ ഉപഭോഗത്തിന് വേണ്ട പാൽ നമ്മുടെ കാലിവൃന്ദങ്ങൾ ചുരത്തുന്നില്ല എന്നതാണ് സത്യം. അതായത് ക്ഷീരമേഖലയിൽ ഉൽപാദനവും ഉപഭോഗവും തമ്മിൽ ഏറെ അന്തരം നിലനിൽക്കുന്നു. തമിഴ്നാട്, കർണാടക തുടങ്ങിയ അന്യ സംസ്ഥാനങ്ങളെ കൂടി നല്ലതായി നാം ആശ്രയിക്കുമ്പോൾ ഈ രംഗത്ത് ശാസ്ത്രീയ സമീപനം അനിവാര്യമാവുകയാണ്. ചെറുകിട ക്ഷീര സംഘങ്ങൾക്കും കർഷകർക്കും ന്യായവില കിട്ടത്തക്ക വിധം പാൽ സംഭരണ, സംസ്കരണ, വിതരണ കേന്ദ്രങ്ങൾ ഉയരേണ്ടതുണ്ട്. ഇവിടെയാണ് KC എന്ന കൂട്ടായ്മ ശ്രദ്ധേയമാകുന്നത്. ക്ഷീര കർഷകർക്ക് അവർ ഉൽപ്പാദിപ്പിക്കുന്ന പാലിന് മെച്ചപ്പെട്ട വിലയും ആവശ്യവും ഉറപ്പുവരുത്തുകയാണ് ഈ കൂട്ടായ്മ പരമപ്രധാനമായി കാണുന്നത്. എനിക്ക് ഇതിൽ തോന്നുന്നത്, ഞാൻ തന്നെ പശുവിനെ വളർത്തിയിരുന്ന കാലത്ത് എനിക്ക് 1-2 പശുക്കളിൽ നിന്ന് ലഭിച്ചിരുന്ന പാല് മൊത്തമായി ആരെങ്കിലും എടുത്തു തരാൻ ആളുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് ആ മേഖലയിൽ എനിക്ക് പ്രോത്സാഹനം കുറവായി കിട്ടിയിട്ടില്ല. എന്നാൽ ഞങ്ങളിത് തുടങ്ങിയതിനൊക്കെ ശേഷം ആരുടെ കയ്യിൽ നിന്ന് എത്ര പാലുണ്ടെങ്കിലും എടുക്കാനുള്ള സിസ്റ്റം ഞങ്ങൾ ഉണ്ടാക്കി. ഓരോ കോർണറിലായിട്ട് അതിനാളെ വെച്ച് ആ പാൽ മുഴുവൻ ഞങ്ങൾ അളന്നെടുത്ത് റെഡി രൂപ കൊടുക്കുന്ന സംവിധാനം. കാലിത്തീറ്റ കൊടുത്ത് പാല് വാങ്ങിക്കുക, ഈ കോപ്പറേറ്റീവ് പ്രസ്ഥാനം പോലെ. എന്നിട്ട് പാല് മാർക്കറ്റിൽ വിൽക്കുക. പാലിന്റെ ഉൽപാദനം അധികം കേരളത്തിൽ ഇല്ല. അപ്പൊ നമ്മൾ കളക്ഷൻ സെന്റേഴ്സ് ഉണ്ടാക്കി അവിടുത്തെ കർഷകർക്ക് നല്ല വില കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് ആ സെന്ററിലും പാല് നല്ല വിലയ്ക്ക് വിൽക്കാം, ബാക്കി ഞങ്ങൾ വാങ്ങിക്കുകയാണ്. പാൽ ഉൽപാദനത്തിന് കൂടുതൽ മുൻതൂക്കം കൊടുക്കാനുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പദ്ധതി നടപ്പാവുന്നത്. അപ്പോൾ ആനന്ദ് മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നിലവിൽ വന്നു. കേരളത്തിലും അതേപോലെ തന്നെ ആനന്ദ് മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നിലവിൽ വന്നു. അപ്പോൾ പാലിന് സുനിശ്ചിതമായിട്ടുള്ള ഒരു വിപണി തുറക്കപ്പെട്ടു. അതപ്പോൾ പാല് വന്നപ്പോൾ നമുക്ക് ഇതിന്റെ ആവശ്യകത, പാലിന്റെ ആവശ്യകതകൾ, അത് നമ്മുടെ പുതിയ ഡൈവേഴ്സിഫിക്കേഷനിലേക്ക് കടന്നിട്ടുള്ളത് പാലാണ് ഏറ്റവും നല്ലതെന്ന് തോന്നി. അതുകൊണ്ടാണ് നമുക്ക് പാലിലേക്ക് കടക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതൽ ഉണ്ടായത്. അവർക്ക് ലഭിക്കുന്ന പാല് വ്യക്തമായ കണക്ക് പ്രകാരം ഉള്ള വില ഞങ്ങൾ അവർക്ക് കറക്റ്റായിട്ട് കൊടുക്കും. അവർക്ക് കർഷകന് പാല് എന്ന് പറഞ്ഞു. അപ്പൊ അത് അവർക്ക് പ്രോത്സാഹനമാവും. കൃത്യമായ കണക്ക് നോക്കി അതിൻ്റെ കണക്ട് പ്രോട്ടീൻ്റെ നോക്കി ഞങ്ങൾക്ക് അവർക്ക് വില കിട്ടുകയും ചെയ്യും. അപ്പൊ അവർ കുറേ കൂടി അവർക്ക് പ്രോത്സാഹനം ഉണ്ടായിരിക്കും കർഷകന് പശുവിനെ വളർത്താനായിട്ട്. ഇതിനനുസരണമായ സംഭരണ സംസ്കരണ രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. ദിനംപ്രതി 2 നേരം ക്ഷീരസംഘങ്ങളും കർഷകരും നൽകുന്ന പാൽ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ശേഖരിച്ചെടുക്കുന്നു. ഇവ കാലവിളംബമില്ലാതെ കേന്ദ്രീകൃത സംസ്കൃത യൂണിറ്റുകളിലേക്ക് എത്തിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇവയുടെ ഗുണമേന്മയും കൊഴുപ്പിന്റെ അളവും പരിശോധിക്കുന്നുണ്ട്. അതിനായി സാമ്പിളുകൾ ശേഖരിച്ച് ലബോറട്ടറികളിലേക്ക് മാറ്റുന്നു. ഇവയുടെ ഗുണനിലവാരവും കൊഴുപ്പും അനുസരിച്ചാണ് വില നൽകുന്നതും. പലപ്പോഴും ക്ഷീരകർഷകർ അവരുടെ പാൽ വിറ്റഴിക്കാൻ ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് നമ്മുടെ ഹോം ഡിസ്ട്രിക്റ്റ് ആയിട്ടുള്ള തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ മാത്രം എങ്കിലും
നമ്മൾ പാല് ക്ഷീരകർഷകരിൽ നിന്ന് കളക്ട് ചെയ്ത് ആ കളക്ഷൻ സെന്റേഴ്സിൽ അതിന് ചുറ്റുവട്ടത്തുള്ള എല്ലാ ഫാമേഴ്സിനും പാലളക്കാം. ആ പാലളന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് വീക്കെൻഡിൽ നമ്മൾ അതിന്റെ കംപ്ലീറ്റ് പേയ്മെന്റ് കൊടുക്കും. We are having our own collection centers where the milk is collected and it transported in the vehicles. It will be coming to our RMRD section, that is actually raw milk receiving section. It is unloaded there, the cans, and it will be chilled. From chilling, it will go to further processing, pasteurization. പാലിന്റെ ഗുണമേന്മ പരിശോധിച്ചാണ് ശേഖരിച്ച പാൽ ഏതൊക്കെ ഉൽപ്പന്ന വിഭാഗങ്ങളിലേക്ക് മാറ്റണം എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഇത് നടപ്പിലാക്കുന്നത്. ലബോറട്ടറി സംവിധാനത്തിനൊപ്പം ന്യൂട്രീഷ്യൻസിന്റെയും കെമിസ്റ്റിന്റെയും സേവനവും ഇവിടെയുണ്ട്. ലാക്ടോമീറ്ററിന്റെ ഒരു ജെർബർ ടെസ്റ്റും ഉണ്ട് നമ്മുടെ ഓരോ സെന്ററിലും ഉണ്ട്. അപ്പൊ അതിന്റെ ഫാറ്റും അതിന്റെ വാട്ടർ കണ്ടന്റ് മനസ്സിലാക്കിയിട്ട് അപ്പൊ തന്നെ നമ്മൾ വില കൊടുക്കുന്നത്. അതിനൊരു വേറെ അവർക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അവരുടെ മുമ്പിൽ തന്നെ അവർക്ക് തന്നെ ടെസ്റ്റ് ചെയ്യാൻ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആക്സെപ്റ്റൻസ് റിജക്ഷൻ ഫസ്റ്റ് RMRD വന്ന് എഴുതിയിട്ടുണ്ട്, റോ മിൽക്ക് റിസപ്ഷൻ ഡോക്ടർ. അവിടെ വെച്ച് പാല് ഓർഗനോലെപ്റ്റിക് ടെസ്റ്റ് ചെയ്ത് നമ്മൾ റിസീവ് ചെയ്യാൻ പറ്റണമാണോ ഇല്ലയെന്ന് നോക്കി റിസീവ് ചെയ്യും. റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ പാലിന്റെ ക്വാളിറ്റി നമ്മൾ ലാബിൽ നമുക്ക് വെൽ എക്യുപ്ഡ് ലാബ് ഉണ്ട്, അവിടെ ക്വാളിഫൈഡ് പേഴ്സൺസ് ഉണ്ട്. അവർ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇതിന്റെ വില നിർണ്ണയിക്കുന്നതും നമ്മൾ ബാക്കി ഫർദർ പ്രോസസ് ചെയ്യുന്നത്. നമ്മളിവിടെയുള്ള പ്രോഡക്റ്റ് പാക്കറ്റ് മിൽക്ക് ടോൺഡ് മിൽക്കാണ്. ടോൺഡ് മിൽക്കിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. 3% ഫാറ്റ് വേണം, 8.5 SNF വേണം. അപ്പോൾ ഓരോ ബാച്ച് പ്രോസസ് ചെയ്ത് കഴിഞ്ഞാലും ഈ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്നുണ്ടോ നോക്കിയിട്ടേ QC ഡിപ്പാർട്ട്മെന്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പാക്കിങ്ങിന് കൊടുക്കുള്ളൂ. ഇങ്ങനെ ശേഖരിക്കുന്ന പാൽ അപ്പോൾ തന്നെ അരിച്ച് പാസ്ചറൈസേഷൻ പ്ലാന്റിലേക്ക് നീക്കുന്നതാണ് രീതി. പാൽ കാനുകളിൽ നിന്നുള്ള ഓരോ തുള്ളിയും ലഭിക്കത്തക്ക വിധം മനുഷ്യനും യന്ത്ര സംവിധാനവും സംയുക്തമായാണ് ഇവിടെ യത്നിക്കുന്നത്. ഒഴിഞ്ഞ കാനുകൾ ഇങ്ങനെ ശുദ്ധീകരിച്ച ശേഷം അപ്പോൾ തന്നെ അടുത്ത സംഭരണ കേന്ദ്രങ്ങളിലേക്ക് തിരിച്ചയക്കുന്നതാണ് രീതി. പാസ്ചറൈസേഷന് ശേഷം പാലിലെ ക്രീമുകൾ വേർതിരിക്കുകയാണ്. ഇങ്ങനെ വേർതിരിക്കുന്ന കൊഴുപ്പ് മറ്റാവശ്യങ്ങൾക്കും നെയ്യ്, വെണ്ണ എന്നീ ഉൽപ്പന്നങ്ങൾക്കും ഉപയോഗിക്കാം. ഈ പാൽ ഉൽപ്പന്നം പാല് നമ്മൾ ആദ്യം തുടങ്ങിയപ്പോൾ നമ്മൾ വിചാരിച്ചു പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങണമെന്ന് വിചാരിച്ചു. അപ്പൊ അതില് ഐസ്ക്രീം ആണ് നമ്മൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ സൈഡായിട്ട് നമുക്ക് ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് ഗീ കിട്ടുന്നുണ്ട്, ക്രീം കിട്ടുന്നുണ്ട്. ഈ ക്രീമിനെ നമ്മൾ ഐസ്ക്രീമിൽ ഉപയോഗിക്കുന്നുമുണ്ട്, പാലും ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാം കൂടി ചേർന്ന ഒരു സംവിധാനത്തിലാണ് ഡയറി യൂണിറ്റ് കൊണ്ടുപോകുന്നത്. ക്രീമുകൾ വേർതിരിച്ചു കഴിഞ്ഞ ശേഷം പാൽ അതിന്റെ ഗ്രേഡ് അനുസരിച്ച് പാക്കറ്റുകളിലേക്ക് മാറ്റുന്നു. പിന്നീട് ഇവ വിപണിയിലേക്ക്. ഹൈജീനിക് വേ പ്രോസസ്സിംഗ് എല്ലാം ചെയ്യുന്നുണ്ട് വിത്തൗട്ട് ടച്ചിങ് ദ മിൽക്ക്. അപ്പോൾ വൺസ് അൺലോഡിംഗ് ചെയ്ത ഫൈനലായിട്ട് ഇറ്റ് വിൽ കം ഇൻ ദ packed condition. So nowhere any touching, human touching will be there. So it will be a closed circuit. അപ്പോൾ hygienic way we are packing it, processing and packing it. നെയ്യിന്റെ ഉൽപാദന രീതിയും ശാസ്ത്രീയമാണ്. പ്ലാന്റിൽ നിന്നും മനുഷ്യസ്പർശം ഇല്ലാതെ തന്നെ നെയ്യായി ഇവ എത്തുന്നു. ഇവ പിന്നീട് പാക്കിംഗ് സെക്ഷനിലേക്കും. മോയ്സ്ചർ കണ്ടന്റ് ഇല്ലാതെ തികച്ചും ശുദ്ധമായ രീതിയിലാണ് ഇവ പാക്ക് ചെയ്തെടുക്കുന്നത്. മിൽക്കിലെന്ന് പറഞ്ഞ ക്രീമിലിരുന്ന് നെയ്യ് തയ്യാർ ചെയ്യുന്നുണ്ട്. അത് 15 ലിറ്റേഴ്സ്, 5 ലിറ്റർ, 500 ml, 200 ml, 100 ml, 50 ml വേരിയസ് സൈസസിൽ പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 5 ലിറ്ററും 15 ലിറ്ററും ടിന്നിലെയും 500 ml ബോട്ടിൽ, മറ്റേ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സും. നമ്മൾ നെയ്യ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിന്റെ നീരാവി മോയ്സ്ചർ എല്ലാം മാറ്റിയിട്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നത്. നെയ്യ് നമുക്ക് നോർമൽ ലെവലില് മോയ്സ്ചർ ഇല്ലാത്ത നല്ല നെയ്യ് ഒരു 4 മാസം 5 മാസം വരെ നമുക്ക് സ്റ്റോർ ചെയ്യുന്നതിന് കുഴപ്പമില്ല, അത് എനിക്ക് കുഴപ്പമില്ല.
പിന്നെ സംഭാരം തൈരെല്ലാം അത് ഉടൻ തന്നെ യൂസ് ചെയ്ത് പോകേണ്ടതാണ്. റിഫ്രിജറേഷൻ വേണ്ടതാണ്, അത് ഉടൻ തന്നെ യൂസ് ചെയ്ത് പോകേണ്ടതാണ്. ഒരു ദിവസം ഷെൽഫിലേക്ക്. പാലും നെയ്യും സാധാരണ ക്ഷീരോൽപ്പന്നങ്ങളാണെങ്കിൽ വിപണിയുടെ സാധ്യതയും ജനങ്ങളുടെ അഭിരുചിയും അറിഞ്ഞാണ് ബെസ്റ്റ് ഐസ്ക്രീമിലേക്ക് കടക്കുന്നത്. ശരിയായ ചേരുവകളും ഡീപ് ഫ്രീസിംഗും ആധുനിക സാങ്കേതിക വിദ്യയും കൊണ്ട് ജനങ്ങളുടെ ഇഷ്ടത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയായിരുന്നു. നമ്മുടെ ഇന്നത്തെ നിലവാരത്തിൽ നമ്മുടെ പർച്ചേസ് പവർ ആളുകൾക്ക് കൂടിക്കൂടി വരികയാണ്. കാരണം മിക്കവാറും ഇന്ന് വീടുകളിലെല്ലാവരും ഹസ്ബൻഡ് ആൻഡ് വൈഫ് എംപ്ലോയിഡ് ആണ്. അത് കാരണം കൊണ്ട് തന്നെ ഡിസ്പോസിബിൾ ഇൻകം വളരെ വളരെ കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് ആളുകൾ എസെൻഷ്യൽ ഫുഡ് മെറ്റീരിയൽസിന് പുറമെ ലക്ഷറി സെഗ്മെന്റിലേക്കുള്ള കടന്നുവരവാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഐസ്ക്രീം പോലുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇനി വിപണിയിൽ വൻ ഡിമാൻഡായിരിക്കും എന്നുള്ള കണക്കുകൂട്ടൽ കൊണ്ടാണ്, പൊട്ടൻഷ്യാലിറ്റി വളരെ കൂടുതലാണെന്നുള്ള കണക്കുകൂട്ടൽ കൊണ്ടാണ് നമ്മൾ ഐസ്ക്രീം വിപണിയിൽ ഇറങ്ങാൻ കാരണം. പക്ഷെ ഐസ്ക്രീം വിപണിയിൽ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ ഐസ്ക്രീം വിപണി ഈസ് ഓപ്പൺ ടു ഓൾ. ചെറിയ കോട്ടേജ് ഇൻഡസ്ട്രീസിനും വലിയ ലെവലിലുള്ള മൾട്ടിനാഷണൽസിനും ഒരുപോലെ പ്രാപ്യമായിട്ടുള്ള ഒരു വിപണിയാണ് ഐസ്ക്രീം വിപണി. പലപ്പോഴും ചെറുകിട നിർമ്മാതാക്കളും തന്നെ ഐസ്ക്രീം വിപണിയിൽ ക്വാളിറ്റി നിലനിർത്തുന്നില്ല. പക്ഷേ അത് ഡീലേഴ്സിന്റെ പ്രോഫിറ്റ് മോട്ടീവ് കാരണം കൊണ്ട് പലപ്പോഴും പല കടകളിലും ക്വാളിറ്റി കുറഞ്ഞ ഐസ്ക്രീം വിൽപ്പനയ്ക്ക് ഇത് കാരണമാകും. നമ്മുടെ പ്ലാന്റ് ഏറ്റവും മികച്ച പ്ലാന്റ് ആണ്. ഇപ്പൊ ഇന്ത്യയിലെ വേറെ ഏത് ഡയറി അല്ലെങ്കിൽ മറ്റേ ഐസ്ക്രീം യൂണിറ്റിനോടും കമ്പയർ ചെയ്താലും ഏറ്റവും മികച്ച സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. ഐസ്ക്രീമിന് ഉപയോഗിക്കുന്ന യന്ത്രങ്ങളും ഏറ്റവും പരിഷ്കാരമുള്ള യന്ത്രങ്ങൾ, ഏറ്റവും പുതിയ നവീനമായ രീതിയിലുള്ള യന്ത്രങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നവീന രീതിയിലുള്ള ഐസ്ക്രീം നിർമ്മിച്ച് വിവിധ ഫ്ലേവറുകളിലും പാക്കറ്റുകളിലുമാക്കി ക്ഷീര വ്യവസായത്തെ ആധുനികവൽക്കരിക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ആനുപാതിക ചേരുവകൾ ശ്രദ്ധയോടെയാണ് ഉൽപാദന പ്രക്രിയ. നമുക്ക് അതിന് ആദ്യമായിട്ടുള്ള സ്റ്റെപ്പ് വരുന്നത് നമ്മുടെ ഇതിന്റെ സെലക്ഷൻ ഓഫ് ഇൻഗ്രീഡിയൻസ് ആണ്. നമ്മളിതിന് ഐസ്ക്രീമിന് ആവശ്യമായിട്ടുള്ള ചേരുവകൾ അതിനെല്ലാത്തിനും നമ്മൾ പ്രത്യേകം സ്റ്റാൻഡേർഡ്സും മറ്റു കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. അതിൽ മിൽക്ക്, ക്രീം, SMP, ഷുഗർ എല്ലാത്തിനും നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള റോ മെറ്റീരിയൽ ഫസ്റ്റ് കളക്ട് ചെയ്യും. അത് നമ്മൾ QC എല്ലാം ടെസ്റ്റ് ചെയ്ത് എല്ലാം ഓക്കെ ആയിട്ടുള്ള റോ മെറ്റീരിയൽ നമ്മൾ കളക്ട് ചെയ്താണ് ഇനിഷ്യൽ സ്റ്റേജ് വരുന്നത് നമ്മുടെ പ്രോസസ്സിംഗിൽ. ഇതെല്ലാം കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിന്റെ ബ്ലെൻഡിങ് ആൻഡ് പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സാണ്. അതിനുവേണ്ടി നമുക്ക് അവിടെ ബ്ലെൻഡിങ് ടാങ്ക് ഉണ്ട്. നമ്മൾ 55 to 60 ഡിഗ്രിയിലാണ് ഇത് ബ്ലെൻഡിങ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ലിക്വിഡ് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഇതെല്ലാം ബ്ലെൻഡിങ് ബെഞ്ചുറിയിലിട്ട് ബ്ലെൻഡ് ചെയ്ത് പാസ്ചറൈസ് ചെയ്ത് ഹോമജനൈസ് ചെയ്യുന്നു. ഹോമജനൈസ് ചെയ്തതിന് ശേഷം നമ്മളിത് ഏജിങ് വാറ്റ് എന്ന് പറഞ്ഞ വാറ്റിൽ 4 മുതൽ 12 മണിക്കൂർ വരെ ഇതിനെ ഏജിങ്ങിന് അനുവദിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഐസ്ക്രീം മിക്സ്. ഇത് ഐസ്ക്രീമിന്റെ ഒരു ബേസ് മിക്സ് ആണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ പ്രിപ്പയർ ചെയ്യുന്നത്. ഈ 4 മുതൽ 12 മണിക്കൂർ വരെ ഏജിങ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ വിവിധ ഫ്ലേവറുകൾക്കുള്ള ഫ്ലേവറിംഗ് ടാങ്ക് എന്ന് പറഞ്ഞൊരു ടാങ്കിലുണ്ട്. ആ ടാങ്കിൽ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ആവശ്യമായിട്ടുള്ള ഫ്ലേവർ, നമുക്ക് കളർ ഇതെല്ലാം അതിനകത്ത് ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂസ് ഐസ്ക്രീം ഫ്രീസിംഗ് മെഷീൻ എന്ന് പറഞ്ഞ മെഷീനകത്ത് ഇവിടെ കടത്തിവിട്ട് ഇതിന്റെ ഐസ്ക്രീമിന്റെ ശരിയായ ഫോർമേഷൻ വരുത്തിയതിന് ശേഷം അതിന്റെ ഔട്ട്ലെറ്റിൽ വിവിധ തരം പാക്കിങ്ങിൽ പാക്ക് ചെയ്ത് -28 ഡിഗ്രി സെന്റിഗ്രേഡിൽ ഇതിനെ ഹാർഡൻ ചെയ്യാനായിട്ട് ഓവർനൈറ്റ് നമ്മൾ വെക്കുകയാണ് ചെയ്യുന്നത്. പ്രിസർവേറ്റീവ്സ് ഒരളവ് വരയ്ക്ക് എല്ലാ ഐസ്ക്രീമിലും ചേർക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷെ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഫ്രഷ് മിൽക്ക് ക്രീം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പ്രിസർവേറ്റീവ്സ് ഒരു കാരണവശാലും അവരുടെ ആരോഗ്യത്തിന്റെ ഹെൽത്തിനെ ഒന്നും ബാധിക്കാത്ത രീതിയിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതിന്റെ പ്രിസ്ക്രൈബ് ലിമിറ്റിൽ മാത്രമേ നമ്മളെല്ലാം ആഡ് ചെയ്യൂ. നമ്മളെല്ലാം PFA അപ്രൂവ്ഡ് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യൂ. ഇതിനു പുറമെ തൈരും ഇവിടെ നിന്ന് നിർമ്മിച്ച് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ പാൽ ഉൽപ്പന്നങ്ങളുടെ ശൃംഖല തന്നെ ജനങ്ങളിലേക്ക് എത്തുന്നു. അതുവഴി ക്ഷീരമേഖല പ്രോത്സാഹിപ്പിക്കപ്പെടുകയുമാണ്. അങ്ങനെ ഇത്തരം ജനകീയ സംരംഭങ്ങളുടെ ആവശ്യവും സാന്നിധ്യവും ദേശീയ തലത്തിൽ തന്നെ മാതൃകയുമാകുന്നു. ഞങ്ങളുടെ എല്ലാ ഡിസിഷനിലും ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഓരോ സ്റ്റെപ്പും നമ്മൾ എടുക്കുന്നതും നമ്മളുടെ ഉത്പാദനം കൂട്ടുന്നതും ആ ഇതിനനുസരിച്ച് തന്നെയാണ്. അതായത് ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് തന്നെ നമ്മുടെ ഉത്പാദനം കൂട്ടാനുള്ള സംവിധാനം നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പൊ നമ്മൾ 8 യൂണിറ്റുകളിലായിട്ടാണ് പ്രവർത്തനങ്ങൾ, നമ്മുടെ സ്വന്തം 8 യൂണിറ്റുകളും 2 ഔട്ട്സോഴ്സ്ഡ് യൂണിറ്റും കൂടിയായിട്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നത്. അത് മാത്രമല്ല, ഇരിങ്ങാലക്കുടയിലെ വികസനത്തിന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ KS പാർക്ക് എന്ന് പറഞ്ഞൊരു സ്ഥാപനം, ഇപ്പൊ കമ്പനിയുടെ നേരെ എതിർവശത്ത് ഒരു സ്ഥാപനമുണ്ട്.
അതിൽ എല്ലാ മാസവും 40,000 രൂപ ചെലവാക്കിയിട്ട് അത് 80 ലക്ഷത്തിന്റെ ഒരു കമ്പ്യൂട്ടർ സെന്റർ, ഇൻഫർമേഷൻ സെന്റർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവിടെ അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് എല്ലാ മാസവും ക്ലാസ് ഉണ്ട്. കർത്തവ്യ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, കുട്ടികളുടെ സംഘടന. അത് മാത്രമല്ല ബാക്കി ഏത് പ്രശ്നവും കേരളത്തിൽ ഇപ്പൊ ഇരിഞ്ഞാലക്കുടയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ വരാനും വളരാനും വളരെയധികം പങ്ക് KSEBക്ക് ഉണ്ട്. സുനാമി വന്നപ്പോൾ CMന്റെ ഫണ്ടിന് 25 ലക്ഷം കൊടുത്തു. അതേമാതിരി ഗുജറാത്തിൽ അന്ന് ഭൂകമ്പം ഉണ്ടായപ്പോഴും നമ്മൾ കൊടുത്തു. നമ്മൾ ഇവിടെ കിടക്കുന്ന ഗുജറാത്തായിട്ട് ബന്ധമില്ല, എന്നാലും എല്ലാവരും നല്ല കാര്യങ്ങൾക്കും KSEയുടെ ബോർഡ് ഉദാര മനസ്കത കാണിക്കുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നത്. 17 ലക്ഷം ഓഹരി മൂലധനവുമായി 1972 ആരംഭിച്ച KC കൂട്ടായ്മ ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ കാലിത്തീറ്റ ഉൽപാദന കേന്ദ്രമായി 1,60,60,000 പരം ടൺ ഉൽപാദനത്തോടെ രാജ്യത്തിന്റെ അഭിമാനമാവുകയാണ്. ഒപ്പം ക്ഷീരമേഖലയിലെ വികസനത്തിനും പ്രോത്സാഹന ശക്തിയായി തീരുന്നു. പ്രത്യക്ഷമായി 1,500 പേരും പരോക്ഷമായി 3,000-ഓളം പേരും ഈ കൂട്ടായ്മയിൽ പണിയെടുത്ത് പങ്കാളിയാകുമ്പോൾ ചിട്ടയായ പ്രവർത്തനത്തിനും സഹകരണ കരുത്തിനും ദൃഷ്ടാന്തമാവുക കൂടിയാണ് KSE. ഒരു കൂട്ടായ പ്രവർത്തനം ആർക്കെപ്പോ വേണമെങ്കിലും വന്ന് കണ്ട് സംസാരിക്കാം, പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാം, എന്നിട്ട് പരിഹാരം കണ്ടെത്താം. എല്ലാം പൈസ മാത്രമല്ല, വേതനം എപ്പോഴും ആവശ്യമാണ് ഇപ്പോഴത്തെ. അപ്പൊ പിന്നെ അത് മാത്രമല്ല, നമ്മൾ അന്തരീക്ഷം നന്നായി നിർത്താൻ നോക്കണം. വ്യത്യസ്ത കൂട്ടായ്മയോടെയാണ് സാമൂഹ്യ വികസനം ലക്ഷ്യമിട്ട് ഓരോ പ്രവർത്തനങ്ങളും ക്ഷീര കാർഷിക സാമൂഹ്യ മേഖലയിൽ KSE നടപ്പിലാക്കുന്നത്. ക്ഷീരമേഖലയുടെ വികസനം മാത്രമല്ല ഇവിടെ ലക്ഷ്യമിടുന്നത്, മറിച്ച് കാർഷിക കേരളത്തിന്റെ അഭിവൃദ്ധിയും പുരോഗതിയുമാണ്. അതുകൊണ്ട് തന്നെ ഓരോ പ്രതിവാര മീറ്റിംഗിലും ശ്രദ്ധ ചെലുത്തേണ്ട കാര്യങ്ങളും മേഖലകളും കൂലംകഷമായി തന്നെ ചർച്ച ചെയ്യുന്നു. അങ്ങനെ കൂട്ടായ്മയിലൂടെ ഉരുത്തിരിയുന്ന തീരുമാനങ്ങളാണ് സാമൂഹ്യ വികസനം ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്നത്, അംഗീകരിച്ചിരിക്കുകയുമാണ്. ഇരിങ്ങാലക്കുട ആസ്ഥാനമായി 3 സംസ്ഥാനങ്ങളിലായി നടക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ ദേശീയ പ്രൊഡക്ടിവിറ്റി കൗൺസിലിന്റെ നാഷണൽ പ്രൊഡക്ടിവിറ്റി പുരസ്കാരം 6 വർഷം തുടർച്ചയായി നേടിയതും സംസ്ഥാന പ്രൊഡക്ടിവിറ്റി കൗൺസിലിന്റെ പുരസ്കാരങ്ങൾ നേടിയതും ഇവയിൽപ്പെടുന്നു. സംസ്ഥാന ഗവൺമെന്റിന്റെയും തമിഴ്നാട് ഗവൺമെന്റിന്റെയും സേഫ്റ്റി പുരസ്കാരവും ISO 9002 നേടിയ ഈ KSE കൂട്ടായ്മ കരസ്ഥമാക്കി കഴിഞ്ഞിരിക്കുന്നു. അതിനോടൊപ്പം വിറ്റുവരവ് 800 കോടിയിലപ്പുറം എത്തിക്കുവാനും ഇതിനകം കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഉത്തരവാദിത്വം കൂട്ടുകയല്ല ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങൾ അംഗീകരിക്കുന്നു അല്ലെങ്കിൽ സമൂഹം അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു മേഖലയിലേക്ക് ചില കാര്യങ്ങളിലേക്ക് അവർക്ക് അതിനെ വളർച്ച കൂട്ടിക്കൊണ്ടുവരാനും അവർ വളരാനും അവർക്ക് സാധിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള സഹായമല്ലാതെ ഒരിക്കലും ഒരു നിരുത്സാഹപ്പെടുത്താൻ, നമുക്ക് കിട്ടുന്ന വളർച്ചയിൽ അവരെ നിരുത്സാഹപ്പെടുത്താനല്ല, അവർക്ക് ഉത്സാഹം കൊടുക്കാനും നമുക്ക് എന്ത് അത് സേവനം ചെയ്യാൻ സാധിക്കുന്ന അത് മുഴുവൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സേവന സന്നദ്ധരായി KSE കൂട്ടായ്മ നിലകൊള്ളുമ്പോൾ സഹകരണ മനസ്സോടെ ഓഹരി പങ്കാളിത്തമുള്ള 4,000-ഓളം അംഗങ്ങളും പ്രവർത്തന നിരതമാവുകയാണ്. ജനകീയ വികസന കാഴ്ചപ്പാട്, ജനകീയ പ്രോത്സാഹനങ്ങളും കാർഷിക അഭിനന്ദനങ്ങളും രാജ്യത്തിന്റെ സമ്മതിയുമൊക്കെ ഏറുമ്പോൾ ഇനിയും കൂടുതൽ പ്രവർത്തനങ്ങൾ KSE മുന്നോട്ട് കാണുകയാണ്. ഒപ്പം കർഷകർക്കുള്ള പ്രോത്സാഹനവും ശാസ്ത്രീയമായ അനുവടക്കും. നമുക്കതിൽ ചെയ്യാൻ സാധിക്കേണ്ടതും ചെയ്യാൻ സാധിക്കുന്നതും ഈ പഴയ അനുസരിച്ചുള്ള പശുക്കളുണ്ട്. വളരെ കുറച്ച് പാല് മാത്രമാണ് നമ്മൾ എത്ര പുല്ല് കൊടുത്താൽ അവർക്ക് ഒരു 4 നാഴി 5 നാഴി കൂടുതൽ പാല് കിട്ടില്ല. അപ്പൊ ഉൽപ്പന്ന ശേഷിയുള്ള പശുക്കള് നമ്മളോട് ഇവർക്ക് കർഷകന് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനുള്ള പ്രോത്സാഹനം കൊടുക്കണം അവർക്ക്. അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് അവർക്ക് 5, 6, 7 നാഴി 5, 3 ലിറ്റർ 4 ലിറ്റർ കിട്ടിയ പശുവിനൊക്കെ 10 ലിറ്റർ 12 ലിറ്റർ 14 ലിറ്റർ അവർക്ക് വലിയ പ്രോത്സാഹനമായിരിക്കും പശുവിനെ വളർത്താനായിട്ട്. പിന്നീട് അങ്ങനെയുള്ള നല്ല ഇനം പശുക്കൾക്ക് തീറ്റ, ഇപ്പോ നാട്ടിലുള്ള തീറ്റ പിടിച്ചു തുടങ്ങി അവരതും ഭക്ഷിച്ചു തുടങ്ങിയുണ്ട്. അതുകൊണ്ട് കുഴപ്പം വരില്ല. അത് ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പോളിസിയിൽ നമ്മൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളാണ് അതൊക്കെ. അപ്പൊ നമ്മള് ഈ കാലിയുടെ ആരോഗ്യം കുറച്ചുകൊണ്ട് നമ്മൾ പാല് ഉത്പാദിപ്പിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളത് അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ചെയ്യാറില്ല. ക്വാളിറ്റി കുറയുന്ന രീതിയിലുള്ള ഒരു ഇതും നമ്മൾ ചെയ്യാറില്ല.
5-8 കൊല്ലം മുമ്പ് തന്നെ നമുക്ക് തോന്നിയത് ഒരു സാച്ചുറേഷൻ ആയി. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പാലിന്റെ ആവശ്യം കൂടി വരികയാണ്. കേരളത്തിൽ പശുക്കളുടെ പോപ്പുലേഷൻ കുറയാണ്. എന്നാലും എൻ്റെ അഭിപ്രായത്തിൽ ഇനിയും കൂടാൻ സാധിക്കും. കുറേ കൂടി സ്പെഷ്യലൈസ്ഡ് ഫീഡ്സ് വരും. ആവറേജ് നമ്മുടെ പശുവിന് ഈൽഡ് 2 ലിറ്ററിൽ താഴെയാണ്. കേരളത്തിൽ നമ്മൾ അഭിമാനിക്കുന്ന എപ്പോഴും ഹൈ ക്രോസ് ബ്രീഡ് കാറ്റിൽ പോപ്പുലേഷൻ ഉള്ളതാണ്. എരുമയുമുണ്ട്. ഒരു 15 ലക്ഷത്തോളം പശു ഉണ്ടെന്നാണ് നമ്മുടെ കണക്ക്, ഇപ്പോഴത്തെ റഫ് കണക്ക്. അപ്പൊ അത് വർദ്ധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പാലിന്റെ ആവശ്യം അത്രയാണ്. ഇപ്പൊ മുഴുവൻ നമ്മൾ തമിഴ്നാടും കർണാടകത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അവിടുന്ന് വരുന്ന പാല് പലപ്പോഴും വളരെ വളരെ മോശം ക്വാളിറ്റിയുള്ള പാലാണ്. അപ്പൊ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ ഭാവി തലമുറയ്ക്ക് ബാധിക്കും. അത് കാരണം ഗവൺമെന്റ് അതിനെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മുടെ ക്ഷീരമേഖല സമ്പന്നമാവുകയാണ്. നഷ്ടത്തിന്റെയും പ്രയാസത്തിന്റെയും കണക്കുകൾ നിരത്തിയ ക്ഷീരമേഖല ഇന്ന് സംതൃപ്തിയുടെയും മികവിന്റെയും പാൽ ചുരുത്തുന്നുവെങ്കിൽ അതിനു പിന്നിലെ ചാലകശക്തി ഗവേഷണ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ നിശ്ചയദാർഢ്യത്തോടെ നിൽക്കുന്ന ഇത്തരം കൂട്ടായ്മകളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ഷീരമേഖലയിൽ ഇനിയും സമ്പന്നതയുടെയും സംതൃപ്തിയുടെയും മുരടനക്കങ്ങൾ കേൾക്കാമെന്ന് നമുക്ക് ഉറപ്പിക്കാം.